ഞാൻ പ്രശാന്തിലേക്ക് പോകുന്നു. പ്രശാന്ത്, രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് MLA സ്ഥാനം ഒഴിയണം എന്ന് കരുത്തോട് ആവശ്യപ്പെടുന്നുണ്ടോ BJP? തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തതിൽ അല്പമെങ്കിലും നീതി പുലർത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹം പാലക്കാട് MLA സ്ഥാനം ഒഴിയേണ്ടതാണ്. ധാർമ്മിക ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞു എന്ന് പറയുന്ന ആളുകൾ, ഇത് കോൺഗ്രസിനകത്തുള്ള ഒരു ആഭ്യന്തര പ്രശ്നമല്ല. കേരളത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയേറെ ആരോപണങ്ങൾ തുടർച്ചയായി, ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ടിഷ്യൂ ബോക്സിൽ നിന്ന് ടിഷ്യൂ വരുന്നത് പോലെ ഇത്രയേറെ തുടർച്ചയായി ഒന്നിനു പുറകെ ഒന്നായി ഇത്രത്തോളം ആരോപണങ്ങൾ ഇതുവരെ കേരളത്തിൽ ഒരാൾക്ക് നേരെയും വന്നിട്ടില്ല. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒരു നിമിഷം പോലും MLA ആയി തുടരുന്നതിനുള്ള അർഹതയോ യോഗ്യതയോ ഇല്ല. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള, എനിക്ക് തോന്നുന്നു 24-ൽ ഇന്ന് കാലത്ത് വന്നിട്ടുള്ള ഓഡിയോ ക്ലിപ്പിൽ വളരെ കൃത്യമായിട്ട് ആ മെസ്സേജുകളിൽ പറയുന്നുണ്ട്. നിർബന്ധിക്കുകയാണ് കേരളത്തിന് പുറത്തുള്ള ആളുകൾ, കേരളത്തിനകത്തുള്ള ആളുകൾ. ഈ കഴിഞ്ഞ ദിവസം കേരളം മുഴുവൻ ചർച്ച ചെയ്ത ഓഡിയോ ക്ലിപ്പ്, ഇനി ആ ഓഡിയോ സന്ദേശം തെറ്റാണെങ്കിൽ അത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിയമ നടപടിയിലേക്ക് പോകുവാനായിട്ട് തയ്യാറായിട്ടില്ല. ഇന്നലെ VD സതീശൻ്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇത്തരത്തിലൊരു പരാതി എനിക്ക് ലഭിച്ചു, അതീവ ഗൗരവത്തോടു കൂടി അത് കണ്ടു, ഒരു പിതൃവാത്സല്യത്തോടു കൂടി അത് പരിഹരിക്കുന്നതിന് വേണ്ട ശ്രമങ്ങൾ എടുത്തു എന്നാണ് പറയുന്നത്. ഇതിൽ എന്താണ് പിതൃവാത്സല്യം? ഒരു പെൺകുട്ടിയെ 5 സ്റ്റാർ ഹോട്ടലിലെ കിടപ്പറയിലേക്ക് വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പരാതി ലഭിക്കുന്ന സമയത്ത് അത് ഒത്തുതീർപ്പാക്കാനാണ് ശ്രമിക്കേണ്ടത്. അതിന് പകരം അതിന് നേതൃത്വം കൊടുത്ത വ്യക്തിക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി, പാലക്കാട് MLA സ്ഥാനം, ഇങ്ങനെ നിരവധി പദവികൾ വെച്ച് നീട്ടുകയാണ് ചെയ്തത്. ഇതൊക്കെ പോട്ടെ, ഇന്ന് കാലത്ത് പാലക്കാട് MP നടത്തിയൊരു പ്രസ്താവനയുണ്ട്. പാലക്കാട് MPയുടെ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്, ഇത്തരത്തിൽ പരാതി പറയുന്ന ആളുകൾ അർദ്ധ വസ്ത്രം ധരിച്ചു നിൽക്കുന്നു എന്നാണ് പറയുന്നത്. പരാതിക്കാരുടെ വസ്ത്രം നോക്കിക്കൊണ്ടാണോ അവർ നൽകിയ പരാതിയിൽ കഴമ്പുണ്ടോ എന്ന് വിലയിരുത്തുന്നത്? ഇത്തരത്തിൽ പരാതിയുമായി വരുന്ന പെൺകുട്ടികൾക്ക് നേരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയപ്പെട്ടുകൊണ്ട് മിണ്ടാതിരിക്കുമെന്നാണ് പാലക്കാട് MP കരുതുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു MPയുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇതുപോലെ എന്തെങ്കിലും MPയുടെ ഭാഗത്ത് MLAയുടെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടാവാനേ പാടില്ല. ഒരു മറ്റൊരു MPയുടെ പേരുണ്ട്, ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് യാദവ്. കുറെ കായിക താരങ്ങൾ കൊച്ചുകുട്ടികളടക്കം ഉപദ്രവിച്ചു എന്ന് കൂട്ടത്തോടെ, സമാനമായ രീതിയിൽ കൂട്ടത്തോടെ ഈ പറഞ്ഞ കയ്യാങ്കളി നടത്തി എന്ന പരാതിയോട് ഒരു കാലമുണ്ടല്ലോ. BJP അന്ന് രാജി ആവശ്യപ്പെട്ടോ? ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് യാദവിന്റെ രാജി വെക്കണം എന്ന് BJP പറഞ്ഞു. ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ കേരളത്തിൽ നടന്നിട്ടുള്ളതാണ്. അത് രാഷ്ട്രീയ പ്രേരിതമായി വന്നിട്ടുള്ളതാണ്. അത് വന്ന സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തള്ളിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് വന്നു. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇത്തരത്തിൽ പറഞ്ഞു വന്ന സമയത്ത് ആ ഓഡിയോ സന്ദേശം എൻ്റേതല്ല, ഈ ഓഡിയോ സന്ദേശം പ്രചരിപ്പിച്ച മാധ്യമങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട്, അതല്ലല്ലോ ഒരു പാർട്ടിക്ക് രാഷ്ട്രീയ ധാർമ്മികത ഉണ്ടല്ലോ. ഞാൻ ചെയ്തിട്ടില്ല, പാർട്ടിക്ക് ഒരു നിലപാടുണ്ടല്ലോ. ഞാൻ പറയുന്നത് ഇപ്പൊ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് യാദവ് എന്തു പറഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിന്റെ കാര്യം. BJP എന്ന പാർട്ടിക്ക് ഒരു ധാർമ്മികത ഉണ്ടല്ലോ. BJP എന്ന പാർട്ടി എന്ത് നിലപാടാണ് അപ്പൊ സ്വീകരിച്ചത്? അല്ല, ഇവിടെ ഞാൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇത് എന്റേതല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരാൻ തയ്യാറായിട്ടുണ്ട്. ദുർബലമായ ന്യായമല്ലേ പ്രശാന്ത്? അല്ല, ബ്രിജ്ഭൂഷന്റെ ദുർബലമായ ന്യായമല്ലേ? വളരെ കൃത്യമായി തന്നെ ഒരു കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. MP സ്ഥാനം രാജിവെക്കണമെന്ന് BJP നിലപാട് സ്വീകരിച്ചോ? ഇല്ല. രാഷ്ട്രീയപരമായ MP സ്ഥാനം രാജിവെച്ചോ? ഇല്ല. രാഷ്ട്രീയപരമായ ആരോപണങ്ങളായിരുന്നു. ഇത്തരത്തില് ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയപരമായി ആരോപണം ഉയർന്നു വന്നതായിരുന്നു അന്ന്. അതായത് നിങ്ങളുടെ MPമാർക്കെതിരെ ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയ ആരോപണം, അപ്പൊ അതിനകത്ത് ഈ പറയുന്ന നൈതികതയില്ല, രാഷ്ട്രീയ നൈതികതയൊന്നുമില്ല, അങ്ങനെയാണോ? ഞാൻ നിന്നെ റേപ്പ് ചെയ്യണം, ബോധപൂർവം ഞാൻ അറിഞ്ഞുകൊണ്ട് ഗർഭചിത്രം ചെയ്യണം, അബോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു BJP പ്രവർത്തകരും വന്നിട്ടില്ല. ഇത് ഒരു ലൈംഗിക വൈകൃതം പിടിച്ച ഒരു വ്യക്തി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ട് എല്ലാ ജില്ലകളിലും നടത്തിയിട്ടുള്ള ഒരു ലൈംഗിക അതിക്രമത്തിന്റെ പേക്കൂത്താണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുണ്ടായിരുന്നത്. അതിനെക്കുറിച്ചുള്ള പരാതി ലഭിച്ച സമയത്ത്, സ്വന്തം പാർട്ടി പ്രവർത്തകരിൽ നിന്ന് പരാതി ലഭിച്ച സമയത്ത് അദ്ദേഹത്തിന് തിരുത്തി നടപടിയെടുക്കേണ്ട പാർട്ടി നേതൃത്വം പോലും മൗനമായി. കർണാടകയിലെ പ്രജ്വൽ രേവണ്ണ ഒരു വാക്ക് BJP എതിരെ പറഞ്ഞോ പ്രശാന്ത് ശിവൻ?
പ്രജ്വൽ രേവണ്ണ അവിടുത്തെ കർണാടകയിലെ BJP അല്ലല്ല, അത് കോടതിയല്ലേ ശിക്ഷിച്ചത്. പ്രജ്വൽ രേവണ്ണ പ്രശ്നക്കാരനാണ് എന്ന് പ്രാദേശിക BJP നേതൃത്വം നിങ്ങൾക്ക് കത്ത് നൽകി. കത്ത് വേണേ അയച്ചുതരാം. പ്രജ്വൽ രേവണ്ണയെ ശിക്ഷിക്കേണ്ടത് BJP പ്രശാന്ത് ശിവനല്ല, ഒരു രാഷ്ട്രീയ കോടതിയാണല്ലോ ശിക്ഷിച്ചത്, നിങ്ങളല്ല. BJP ഒരു ശിക്ഷയും കൊടുത്തില്ല. അല്ല, BJP ശിക്ഷിക്കാൻ ആരാ? അങ്ങനെയാണെങ്കിൽ തെറ്റ് ചെയ്യുന്നവരെ മുഴുവൻ ശിക്ഷിക്കാൻ BJP ആണോ ശിക്ഷിക്കേണ്ടത്? അല്ലല്ല, ഞാൻ പറയുന്നത് നമ്മൾ ധാർമ്മികത പറയുമ്പോൾ, നമ്മൾ ധാർമ്മികത പറഞ്ഞ ഒരാൾക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ ബാക്കി 3 പേരുകൾ നമുക്ക് നേരെയാണെന്ന് ബോധ്യമുണ്ടാവണം. പ്രജ്വൽ രേവണ്ണ പ്രശ്നക്കാരനാണെന്നും പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ഇത്തരത്തിലുള്ള വേട്ടയുടെ ഒരുപാട് ദൃശ്യങ്ങൾ പുറത്തേക്ക് വരാനുണ്ടെന്നും അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കരുത് എന്ന് പറഞ്ഞ് കത്ത് കിട്ടി BJPക്ക്. പ്രജ്വൽ രേവണ്ണ BJP ഒന്നും ചെയ്തിട്ടില്ല, സീറ്റ് കൊടുത്തു. വോട്ടർമാർ തോപ്പിച്ചതാ പ്രജ്വൽ രേവണ്ണെ, അല്ലേ? സീറ്റ് കൊടുത്തിട്ടില്ല, BJP സീറ്റ് നൽകിയിട്ടില്ല. BJP സീറ്റ് കൊടുക്കുന്ന സീറ്റ് കൊടുക്കൽ JDUനോട് പറഞ്ഞോ? സീറ്റ് കൊടുക്കരുത് നിങ്ങളുടെ സഖ്യകക്ഷി JDUനോട് പറഞ്ഞോ? സീറ്റ് നൽകിയിട്ടില്ല. സീറ്റ് കൊടുക്കരുത് നിങ്ങളുടെ സഖ്യകക്ഷി JDUനോട് പറഞ്ഞോ? പ്രശാന്ത്, എവിടെയാണ് സീറ്റ് നൽകിയത്? പ്രജ്വൽ രേവണ്ണയ്ക്ക് എവിടെയാണ് സീറ്റ് കൊടുക്കരുത് നിങ്ങളുടെ സഖ്യകക്ഷി JDUനോട് പറഞ്ഞോ? BJP എവിടെയാണ്? അതാത് പാർട്ടിയുടെ ആളുകളാണ് അവരുടെ പാർട്ടിയിൽ ആർക്കൊക്കെ സീറ്റ് നൽകണമെന്ന് തീരുമാനിക്കേണ്ടത്. BJP ആണ് തീരുമാനിക്കുന്നത് ആർക്കൊക്കെ സീറ്റ് നൽകണമെന്ന്. BJP തീരുമാനിക്കുന്നത് BJPക്ക് അകത്തുള്ള ആളുകളുടെ സീറ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഈ വേട്ടക്കാരന് സീറ്റ് കൊടുക്കരുത് JDUനോട് ആവശ്യപ്പെട്ടോ പ്രശാന്ത്? BJP എവിടെയാണ്? അതാത് പാർട്ടിയുടെ ആളുകളാണ് അവർക്ക് സീറ്റ് നൽകുന്നതിനെ കുറിച്ച് തീരുമാനിക്കുന്നത്. ഈ വേട്ടക്കാരന് സീറ്റ് കൊടുക്കരുത് എന്ന് JDUനോട് BJP ആവശ്യപ്പെട്ടോ പ്രശാന്ത്? ഇല്ല, ആവശ്യപ്പെട്ടില്ല. വോട്ടർമാർ തോപ്പിച്ചു, ഇവിടെ കോടതി ശിക്ഷിച്ചു. ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ നടപടി നേരിട്ടിട്ടുണ്ട്. ഇവിടെ കേരളത്തിലെ ഇത്തരത്തിലൊരു വിഷയം വരുന്ന സമയത്ത് ഇത്തരത്തിലൊരു പരാതി ലഭിച്ചിട്ടും കോൺഗ്രസിന്റെ നേതൃത്വം എന്ത് നടപടിയാണ് എടുത്തത്? ഇത്തരത്തിലൊരു പരാതി ലഭിച്ചിട്ട് കോൺഗ്രസിന്റെ നേതൃത്വം എന്ത് നടപടിയാണ് എടുത്തത്? സതീശൻ എന്താണ് ചെയ്തത്? പരാതി ലഭിച്ചു എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ രാഷ്ട്രീയ ധാർമ്മികത പറയുകയാണെങ്കിൽ ഈ പറയുന്ന കൈയൂണ്ടൽ സ്വന്തം നേർക്കും വരും എന്ന് എല്ലാ പാർട്ടികളും ആലോചിക്കണം. ആരും അക്കാര്യത്തിൽ മെച്ചമൊന്നുമല്ല പ്രശാന്ത്. ശരി, ഞാൻ അങ്ങയിലേക്ക് എത്താം. എന്ത് നടപടിയാണ് എടുത്തത്? ശരി, ഞാൻ അങ്ങയിലേക്ക് എത്താം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.